കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും ചർച്ചയാവുകയാണ്. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില കാര്യങ്ങളിൽ റെയിൽവേ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷം. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കുമെന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിലും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് മന്ത്രിയുടെ പ്രതികരണം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽവേ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ പ്രതികരണം. അല്ല, സിൽവർ ലൈൻ എന്ന് പറയുന്നത് പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്തമല്ലേ. ഇപ്പോ കേരള സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതി അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ് എന്നുള്ളത് തന്നെയാണ് സമീപനം. നിതിൻ അംബുജനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, വീണ്ടും സിൽവർ ലൈനിൽ ഒരു പച്ചക്കൊടിയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് കേരളത്തിൽ ഒരു വേഗമേറിയ റെയിൽവേ സംവിധാനം വേണം, അതാണ് കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചത് എന്നാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? നിതിൻ അംബുജൻ ഈ വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം അതൊരു പോസിറ്റീവ് ഇന്റൻഷനോടുകൂടി പറഞ്ഞു എന്ന് നമ്മൾ കരുതുമ്പോൾ അപ്പോൾ തന്നെ അതാ വരുന്നു BJP നേതാവിന്റെ മറുപടി. അതങ്ങനെയല്ല. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് അല്ലേ? അതെ നിതിൻ, കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ സിൽവർ ലൈനിൽ പച്ചക്കൊടി എന്നാണോ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്? എന്താണ് വിവരങ്ങൾ? കീർത്തന, കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപക സംഗമ വേദിയിലാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് പരാമർശം നടത്തിയത്. സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കുമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. കേരളത്തിലെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് എത്താൻ യാത്രാ സമയം സിൽവർ ലൈൻ പദ്ധതി കുറയ്ക്കും എന്ന ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്യമായി തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും കേരളവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ സംസാരിക്കവെയാണ് ഈ പരാമർശം എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കേരളം ഇതിനു മുൻപ് നിരന്തരം കേന്ദ്രത്തിന് മുമ്പാകെ തന്നെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ DPR തള്ളുകയാണ് ചെയ്തത്. അതിനുശേഷം പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അനുകൂല പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷം പീയൂഷ് ഗോയലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ ഇപ്പോൾ അത് റെയിൽവേയുടെ പരിഗണനയിലാണ്. വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് പീയൂഷ് ഗോയൽ ഈ പരിപാടിക്ക് ശേഷം ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ സിൽവർ ലൈൻ എന്നുള്ള വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. പോസിറ്റീവായ ഒരു സൈഡിൽ നമുക്കതിനെ വിലയിരുത്താമെങ്കിൽ കൂടി കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചത്. കേരളത്തിൽ വേഗമൊരു റെയിൽവേ പാത വേണമെന്നുള്ളത് മാത്രമാണ് കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചതെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ V മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത്.